ഫ്രണ്ട്സ്, വെൽക്കം ടു ആചാര്യ അക്കാഡമി. വരാൻ പോകുന്ന ക്ലർക്ക് ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് മുന്നോടിയായി നമ്മൾ നടത്തുന്ന ആദ്യത്തെ മോക്ക് ടെസ്റ്റാണിത്. നിങ്ങളുടെ കയ്യിലുള്ള സിലബസിലെ കമ്പ്യൂട്ടറിൻ്റെ ഭാഗത്ത് നിന്നും ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിലെ മെമ്മറി എന്ന് പറയുന്ന ഒരു ഏരിയയാണ് ഞാൻ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിനായി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 30 ചോദ്യങ്ങളാണ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് പല വർഷങ്ങളായി PSCയിൽ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും ഓരോ ചോദ്യങ്ങൾ നന്നായി വായിച്ചു നോക്കുക. ഞാൻ ഓരോ ചോദ്യങ്ങൾ വായിച്ചതിന് ശേഷം അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ശേഷം 4 ഓപ്ഷനിൽ ഏറ്റവും ഉചിതമെന്ന് തോന്നുന്നത് ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. കൃത്യമായി 1 എന്ന് നമ്പറിട്ട് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം, 2 എന്ന് നമ്പറിട്ട് രണ്ടാമത്തത്, അങ്ങനെ കൃത്യം 30 എണ്ണത്തിനും നിങ്ങൾ ഉത്തരം എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ഓരോ ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടും എൻ്റെ ആലോചിക്കാനുള്ള സമയം ഉണ്ടായിരിക്കും. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് മോക്ക് ടെസ്റ്റിലേക്ക് പോകാം. ഫസ്റ്റ് ചോദ്യം ഇതാണ്: വിച്ച് ടെക്നോളജി ഈസ് യൂസ്ഡ് ഇൻ CD? CD-യിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജി ഏതാണ്? ഓപ്ഷൻ എ ഇലക്ട്രിക്കൽ, ഓപ്ഷൻ ബി മെക്കാനിക്കൽ, ഓപ്ഷൻ സി ഇലക്ട്രോ മാഗ്നറ്റിക് ആൻഡ് ഓപ്ഷൻ ഡി ലേസർ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ദ ബ്രെയിൻ ഓഫ് എനി കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് ഡാഷ്. ഏതൊരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെയും ബ്രെയിൻ, തലച്ചോറ് എന്നത് ഡാഷ് ആണ്. മൂന്നാമത്തെ ചോദ്യം: ഹാർഡ് ഡിസ്ക് ഓഫ് എ കമ്പ്യൂട്ടർ ക്യാൻ ബി യൂസ്ഡ് ആസ്. ഒരു കമ്പ്യൂട്ടറിലെ ഹാർഡ് ഡിസ്കിനെ നമ്മൾ എന്ത് രീതിയിലാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ഇൻപുട്ട്, ഓപ്ഷൻ ബി ഔട്ട്പുട്ട്, ഓപ്ഷൻ സി സ്റ്റോറേജ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. നാലാമത്തെ ചോദ്യം: വാട്ട് ഈസ് ദ മിനിമം കപ്പാസിറ്റി ഓഫ് എ DVD? ഒരു DVD-യുടെ മിനിമം കപ്പാസിറ്റി എത്രയാണ്? ഓപ്ഷൻ എ 7.34 GB, ഓപ്ഷൻ ബി 4.37 GB, ഓപ്ഷൻ സി 3.47 GB ആൻഡ് ഓപ്ഷൻ ഡി 650 MB. അഞ്ചാമത്തെ ചോദ്യം: USB സ്റ്റാൻഡ്സ് ഫോർ. USB എന്നുള്ളതിന്റെ പൂർണ്ണ രൂപം എന്താണ്? ഓപ്ഷൻ എ യൂണിഫോം സിങ്ക്ഡ് ബസ്, ഓപ്ഷൻ ബി യൂണിഫോം സീരിയൽ ബസ്, ഓപ്ഷൻ സി യൂണിവേഴ്സൽ സീരിയൽ ബസ് ആൻഡ് ഓപ്ഷൻ ഡി യൂണിവേഴ്സൽ സീരിയൽ ബഫർ. ആറാമത്തെ ചോദ്യം: ദ ഡയമീറ്റർ ഓഫ് മോസ്റ്റ് കോമൺ CD ഈസ്. സാധാരണ ഉപയോഗിക്കുന്ന CD-യുടെ ഡയമീറ്റർ എത്രയാണ്? ഓപ്ഷൻ എ 100 mm, ഓപ്ഷൻ ബി 120 mm, ഓപ്ഷൻ സി 130 mm ആൻഡ് ഓപ്ഷൻ ഡി 110 mm. ഏഴാമത്തെ ചോദ്യം: ഡാഷ് ഈസ് എ വോളറ്റൈൽ മെമ്മറി. ഒരു വോളറ്റൈൽ മെമ്മറിക്ക് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ റാം, ഓപ്ഷൻ ബി റോം. എട്ടാമത്തെ ചോദ്യം: വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ലോഡിംഗ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽസ് ഇൻ ടു ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി? അതായത് ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറിയിലേക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയലുകൾ ലോഡ് ചെയ്യുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ബൂട്ടിംഗ്, ഓപ്ഷൻ ബി ഫോർമാറ്റിംഗ്, ഓപ്ഷൻ സി ഡേറ്റ ഷെയറിംഗ് ആൻഡ് ഓപ്ഷൻ ഡി ഡേറ്റ എക്സ്ചേഞ്ചിങ്. ഒൻപതാമത്തെ ചോദ്യം: ദ ആക്ടിവിറ്റി ഓഫ് ക്രിയേറ്റിംഗ് സെക്ടേഴ്സ് ആൻഡ് ട്രാക്സ് ഓൺ എ ഹാർഡ് ഡിസ്ക് ഈസ് കോൾഡ്. അതായത് ഒരു ഹാർഡ് ഡിസ്കിൽ സെക്ടറുകളും ട്രാക്കുകളും മേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രവർത്തനത്തെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ട്രാക്കിംഗ്, ഓപ്ഷൻ ബി സെക്ടറിംഗ്, ഓപ്ഷൻ സി പ്ലാറ്ററിംഗ് ആൻഡ് ഓപ്ഷൻ ഡി ഫോർമാറ്റിംഗ്. പത്താമത്തെ ചോദ്യം: IRAM സ്റ്റാൻഡ്സ് ഫോർ. IRAM എന്നുള്ളതിന്റെ പൂർണ്ണ രൂപം എന്താണ്? ഓപ്ഷൻ എ ഇന്റഗ്രേറ്റഡ് റാൻഡം ആക്സസ് മെമ്മറി, ഓപ്ഷൻ ബി ഇൻഡിപെൻഡന്റ് റാൻഡം ആക്സസ് മെമ്മറി, ഓപ്ഷൻ സി ഇന്റഗ്രേറ്റഡ് റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് ഓപ്ഷൻ ഡി ഇൻഡിപെൻഡന്റ് റാൻഡം ആക്സസ് മെമ്മറി.
11ാമത്തെ ചോദ്യം, എ മെമ്മറി മാനേജ്മെന്റ് ടെക്നിക് ദാറ്റ് യൂസസ് ഹാർഡ് ഡ്രൈവ് സ്പേസ് ആസ് അഡീഷണൽ റാം. അതായത് ഹാർഡ് ഡ്രൈവ് സ്പേസ് അധിക റാമായി മാറ്റി ഉപയോഗിക്കുന്ന മെമ്മറി മാനേജ്മെന്റിന്റെ ടെക്നിക് ഏതാണ്? ഓപ്ഷൻ എ ഡി റാം മെമ്മറി, ഓപ്ഷൻ ബി വിർച്വൽ മെമ്മറി, ഓപ്ഷൻ സി വിർച്വൽ മെഷീൻ ആൻഡ് ഓപ്ഷൻ ഡി എസ് റാം. 12ാമത്തെ ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മെമ്മറി കമ്പണന്റ് ഇൻ കമ്പ്യൂട്ടർ. തന്നിരിക്കുന്ന കൂട്ടത്തിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും സ്പീഡായിട്ടുള്ള മെമ്മറി കമ്പണന്റ് ഏതാണ്? ഓപ്ഷൻ എ ഹാർഡ് ഡിസ്ക്, ഓപ്ഷൻ ബി രജിസ്റ്റർ, ഓപ്ഷൻ സി കാഷെ മെമ്മറി ആൻഡ് ഓപ്ഷൻ ഡി റാം. 13ാമത്തെ ചോദ്യം, ദ വെരി ഹൈ സ്പീഡ് സെമി കണ്ടക്ടർ മെമ്മറി വിച്ച് ക്യാൻ ബി സ്പീഡ് അപ്പ് സി പി യു ഈസ്. അതായത് സി പി യുവിനെ വേഗത്തിലാക്കാൻ സഹായിക്കുന്ന സെമി കണ്ടക്ടർ മെമ്മറി ഏതാണ്? ഓപ്ഷൻ എ കാഷെ മെമ്മറി, ഓപ്ഷൻ ബി മെയിൻ മെമ്മറി, ഓപ്ഷൻ സി പ്രൈമറി മെമ്മറി ആൻഡ് ഓപ്ഷൻ ഡി സെക്കൻഡറി മെമ്മറി. 14ാമത്തെ ചോദ്യം, വെൻ ഈസ് വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ. എന്നാണ് കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം? ഓപ്ഷൻ എ ജനുവരി 22, ഓപ്ഷൻ ബി മാർച്ച് 5, ഓപ്ഷൻ സി മെയ് 20, ഓപ്ഷൻ ഡി ഡിസംബർ 2. 15ാമത്തെ ചോദ്യം, ഇന്റർനാഷണൽ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ ഈസ്. ഇന്റർനാഷണൽ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ഡേ എന്നാണ്? ഓപ്ഷൻ എ ഡിസംബർ 2, ഓപ്ഷൻ ബി ഡിസംബർ 23, ഓപ്ഷൻ സി നവംബർ 30 ആൻഡ് ഓപ്ഷൻ ഡി ജൂലൈ 18. 16ാമത്തെ ചോദ്യം, ദ ടൈപ്പ് ഓഫ് ടെസ്റ്റ് യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടിംഗ് ടു ചെക്ക് വെദർ ഓർ നോട്ട് ദ യൂസർ ഈസ് എ ഹ്യൂമൻ. അതായത് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി അത് മനുഷ്യനാണോ അല്ലയോ എന്ന് പരിശോധിക്കുവാനായിട്ട് കമ്പ്യൂട്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ടെസ്റ്റിന്റെ പേരെന്താണ്? ഓപ്ഷൻ എ ഡീബഗ്ഗിംഗ്, ഓപ്ഷൻ ബി ക്യാപ്ച, ഓപ്ഷൻ സി ഐ ആം നോട്ട് എ റോബോട്ട് ആൻഡ് ഓപ്ഷൻ ഡി കാഷെ. 17ാമത്തെ ചോദ്യം, ദ സ്മോളസ്റ്റ് ഇൻഡിവിജ്വലി അഡ്രസ്സബിൾ യൂണിറ്റ് ഓഫ് ഇൻഫർമേഷൻ സ്റ്റോർഡ് ഓൺ എ ഹാർഡ് ഡിസ്ക് ഈസ്. അതായത് ഒരു ഹാർഡ് ഡിസ്കിൽ സംഭരിച്ചിരിക്കുന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വിവരങ്ങളുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണ്? ഓപ്ഷൻ എ സെക്ടർ, ഓപ്ഷൻ ബി ട്രാക്ക്, ഓപ്ഷൻ സി സിലിണ്ടർ ആൻഡ് ഓപ്ഷൻ ഡി ബ്ലോക്ക്. 18ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെമ്മറി ഹാസ് ദ ഷോർട്ടസ്റ്റ് ആക്സസ് ടൈം. തന്നിരിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ ആക്സസ് ടൈം ഉള്ള മെമ്മറി ഏതാണ്? ഓപ്ഷൻ എ വിർച്വൽ മെമ്മറി, ഓപ്ഷൻ ബി കാഷെ മെമ്മറി, ഓപ്ഷൻ സി എക്സ്റ്റേണൽ മെമ്മറി ആൻഡ് ഓപ്ഷൻ ഡി രജിസ്റ്റർ മെമ്മറി. 19ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ എലമെന്റ് യൂസ്ഡ് ടു മേക്ക് മൈക്രോ ചിപ്സ്. തന്നിരിക്കുന്ന കൂട്ടത്തിൽ മൈക്രോ ചിപ്പുകൾ ഉണ്ടാക്കാനായി നമ്മൾ സെലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്ന മൂലകം ഏതാണ്? ഓപ്ഷൻ എ സിൽവർ, ഓപ്ഷൻ ബി സിലിക്കൺ, ഓപ്ഷൻ സി ക്രോമിയം ആൻഡ് ഓപ്ഷൻ ഡി കോപ്പർ. 20ാമത്തെ ചോദ്യം, സ്റ്റോറേജ് വിച്ച് സ്റ്റോർസ് ഓർ റീറ്റെയിൻസ് ഡേറ്റ ആഫ്റ്റർ പവർ ഓഫ് ഈസ് കോൾഡ്. അതായത് പവർ ഓഫ് ആയതിനു ശേഷം ഡേറ്റ സംഭരിക്കുന്നതിനോ നിലനിർത്തുന്നതിനോ ആയ സ്റ്റോറേജ് ഏതാണ്? ഓപ്ഷൻ എ വോളറ്റൈൽ സ്റ്റോറേജ്, ഓപ്ഷൻ ബി നോൺ വോളറ്റൈൽ സ്റ്റോറേജ്, ഓപ്ഷൻ സി സീക്വൻഷ്യൽ സ്റ്റോറേജ് ആൻഡ് ഓപ്ഷൻ ഡി ഡയറക്റ്റ് സ്റ്റോറേജ്. 21ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെമ്മറീസ് മസ്റ്റ് ബി റീഫ്രഷ്ഡ് മെനി ടൈംസ് പെർ സെക്കൻഡ്. താഴെ തന്നിരിക്കുന്ന മെമ്മറികളിൽ ഏതാണ് ഒരു സെക്കൻഡിൽ ഒരുപാട് തവണ റിഫ്രഷ് ചെയ്യുന്നത്? ഓപ്ഷൻ എ ഇപ്രോം, ഓപ്ഷൻ ബി റോം, ഓപ്ഷൻ സി സ്റ്റാറ്റിക് റാം ആൻഡ് ഓപ്ഷൻ ഡി ഡൈനാമിക് റാം. 22ാമത്തെ
22ാമത്തെ ചോദ്യം USB ടൈപ്പ് സ്റ്റോറേജ് ഡിവൈസസ്. USB എന്നുള്ളത് ഏത് ടൈപ്പ് സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണമാണ്? ഓപ്ഷൻ എ സെക്കൻഡറി, ഓപ്ഷൻ ബി മെയിൻ മെമ്മറി, ഓപ്ഷൻ സി റോം, ഓപ്ഷൻ ഡി പ്രൈമറി. ാമത്തെ ചോദ്യം എ ഹാഫ് ബൈറ്റ് ഈസ് നോൺ ആസ്. ഒരു പകുതി ബൈറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ഡേറ്റ, ഓപ്ഷൻ ബി ബിറ്റ്, ഓപ്ഷൻ സി ഹാഫ് ബൈറ്റ് ആൻഡ് ഓപ്ഷൻ ഡി നിബിൾ. ാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ പെർമനന്റ് മെമ്മറി ബിൽറ്റ് ഇൻ ടു യുവർ കമ്പ്യൂട്ടർ കോൾഡ്? നമ്മുടെ കമ്പ്യൂട്ടറിൽ നിർമ്മിച്ചിരിക്കുന്ന പെർമനന്റ് മെമ്മറിയെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ എ റാം, ഓപ്ഷൻ ബി റോം, ഓപ്ഷൻ സി CPU ആൻഡ് ഓപ്ഷൻ ഡി CD റോം. ാമത്തെ ചോദ്യം ഡാഷ് ഈസ് ദ പെർമനന്റ് മെമ്മറി ബിൽറ്റ് ഇൻ യുവർ കമ്പ്യൂട്ടർ കോൾഡ്? നമ്മുടെ കമ്പ്യൂട്ടറിൽ നിർമ്മിച്ചിരിക്കുന്ന പെർമനന്റ് മെമ്മറിയെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ എ റോം, ഓപ്ഷൻ ബി CPU, ഓപ്ഷൻ സി DVD റോം ആൻഡ് ഓപ്ഷൻ ഡി റാം. ാമത്തെ ചോദ്യം ടിപ്പിക്കൽ ആക്രോണിം ഓഫ് റീയൂസബിൾ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് വിൽ ബി. അതായത് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന സ്റ്റോറേജ് ഡിവൈസിന്റെ ആക്രോണിം ചുരുക്കെഴുത്ത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ CD, ഓപ്ഷൻ ബി CDRW, ഓപ്ഷൻ സി DVD, ഓപ്ഷൻ ഡി RPM. ാമത്തെ ചോദ്യം ഡേറ്റ ഗ്യാതറിംഗ് ഇൻ കമ്പ്യൂട്ടർ മീൻസ് ദേ അലൗഡ് ടു യൂസ് ഡാഷ് ഡേറ്റ. കമ്പ്യൂട്ടറിൽ ഡേറ്റ ശേഖരിക്കുക എന്നതിനർത്ഥം അവർ ഡേറ്റകളെ നമ്മളെ എന്ത് ചെയ്യാൻ അനുവദിക്കുന്നു എന്നതാണ്. ഓപ്ഷൻ എ പ്രസന്റ്, ഓപ്ഷൻ ബി ഇൻപുട്ട്, ഓപ്ഷൻ സി ഔട്ട്പുട്ട് ആൻഡ് ഓപ്ഷൻ ഡി സ്റ്റോർ. ാമത്തെ ചോദ്യം when we work on any document on PC it is stored temporarily on. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് PC-യിൽ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ അതിനെ താൽക്കാലികമായിട്ട് എവിടെയാണ് സൂക്ഷിക്കുക? ഓപ്ഷൻ എ റാം, ഓപ്ഷൻ ബി റോം, ഓപ്ഷൻ സി CPU ആൻഡ് ഓപ്ഷൻ ഡി ഫ്ലാഷ് മെമ്മറി. ാമത്തെ ചോദ്യം The analytical engine developed during first generation of computers used dash as a memory unit. അതായത് നമുക്കറിയാം കമ്പ്യൂട്ടറുകളുടെ ആദ്യ തലമുറയിൽ വികസിപ്പിച്ചെടുത്ത അനലിറ്റിക്കൽ എഞ്ചിനിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രധാന മെമ്മറി ഏതായിരുന്നു? ഓപ്ഷൻ എ റാം, ഓപ്ഷൻ ബി ഫ്ലോപ്പീസ്, ഓപ്ഷൻ സി കാർഡ്സ് ആൻഡ് ഓപ്ഷൻ ഡി കൗണ്ടർ വീൽസ്. ാമത്തെ ചോദ്യം SRAM സ്റ്റാൻഡ്സ് ഫോർ. SRAM എന്നുള്ളതിന്റെ പൂർണ്ണ രൂപം എന്താണ്? ഓപ്ഷൻ എ സ്പെഷ്യൽ റാൻഡം ആക്സസ് മെമ്മറി, ഓപ്ഷൻ ബി സുപ്രീം റാൻഡം ആക്സസ് മെമ്മറി, ഓപ്ഷൻ സി സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് ഓപ്ഷൻ ഡി സ്റ്റേബിൾ റാൻഡം ആക്സസ് മെമ്മറി. ഓക്കെ, അപ്പോൾ വളരെ ചെറിയ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആയിരുന്നു ഇന്ന് നടത്തിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഈ സമയം മുതൽ നാളെ രാത്രി 7 മണി വരെ ഇതിന് ഉത്തരം നൽകാനുള്ള സമയമുണ്ട്. അറിയാവുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കൃത്യമായി നമ്പർ ഇട്ടുകൊണ്ട് എഴുതി നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നിങ്ങൾ മറക്കരുത്. നാളെ കൃത്യം 7 മണിക്ക് ഇതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു ക്ലാസ്സിൽ എല്ലാവരെയും കാണാം. താങ്ക് യു.